അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. അള്ളാഹ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമല്ലേ, അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാവായ 27-ാം രാവാണ്. നമുക്ക് 26-ാം രാവ്, നാളെ നമുക്ക് 27-ാം രാവാണ്. ഏതായാലും അവരുടെ ആ പുണ്യം നിറഞ്ഞ വേളയിൽ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ആ ദുആയിൽ നമ്മൾ വെട്ടാൽ മതിയില്ലേ? അൽഹംദുലില്ലാഹ്, നമുക്കും കിട്ടൂലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ലൈലത്തുൽ ഖദർ കിട്ടുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ തമ്പുരാൻ്റെ പൊരുത്തം തന്ന അല്ലാഹു നമ്മെ ചേർത്തു പിടിക്കട്ടെ. ഒരു 11 തവണ ചൊല്ലിക്കെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف عني. അല്ലാഹു റബ്ബുൽ ആലമീൻ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും സൂറത്തുൽ ഖദർ മനസ്സറിഞ്ഞോതേണ്ട നിമിഷമാണ്. സൂറത്തുൽ ഖദർ മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ ലൈലത്തുൽ ഖദർ എന്നാണെങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു 3 തവണ ഒന്ന് ഓദിക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഇന്നാണ് ലൈലത്തുൽ ഖദറെങ്കിൽ അതിന്റെ പരിപൂർണ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യുദ്ധഭീതിയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളെ അടക്കം നീ മോചിപ്പിക്കണേ അല്ലാഹ്. നീ സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രിയപ്പെട്ട പ്രവാസികൾക്കും ഞങ്ങൾക്കും നീ കാവൽ നൽകണേ അല്ലാഹ്. കഴിയുന്നവരൊക്കെ ഈ ലൈലത്തുൽ ഖദറിലെ ഏറ്റവും വലിയ പുണ്യം എന്താ? പാവപ്പെട്ടവരെ സഹായിക്കലാണ്. നമ്മുടെ റിലീഫ് പദ്ധതിയുടെ നമ്പേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്പറിലേക്ക് നിങ്ങൾ ക്യാഷ് അയച്ചിട്ട് പോകുന്നില്ലെങ്കിൽ, ഗൂഗിൾ പേയുടെ ചില പ്രശ്നങ്ങളാണ്, പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്കാനർ കണ്ടോ അവിടെ, ആ ഒരു സ്കാനറിലേക്ക് സ്കാൻ ചെയ്തിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എന്നിട്ട് ഗൂഗിൾ പേയിൽ പോയാൽ നിങ്ങൾക്ക് അതൊന്ന് സ്കാൻ ചെയ്ത്
നിങ്ങൾക്ക് ക്യാഷ് അയക്കാൻ പറ്റും. ഇപ്പോൾ 2 പാവപ്പെട്ട മനുഷ്യന്മാരെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം, അതുപോലെ തന്നെ ഒരു ഉസ്താദിൻ്റെ കടബാധ്യതയുമൊക്കെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ ഭംഗിയായി അവരെ സഹായിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കരുണക്കടലായ റബ്ബേ നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. എത്ര വലിയ പ്രശ്നവും നമ്മളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് പടച്ചോൻ്റെ കാരുണ്യം ഉണ്ടായപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലേ? അള്ളാൻ്റെ കാരുണ്യം, പടച്ചോൻ്റെ 1% കാരുണ്യ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കി 99 ആഖിറത്തിലേക്ക് വെച്ചേക്കാണ്. ആ കാരുണ്യമൊക്കെ നമ്മുടെ മേൽ പൊതിയപ്പെട്ടാൽ അല്ലാ, നമ്മുടെ അമല് കൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അമല് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. അമല് ചെയ്യേണ്ടത് അള്ളാനെ പ്രണയിച്ചുകൊണ്ടാകണം, അല്ലാതെ വെറുതെ കുറേ അമല് ചെയ്തു വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി, എൻ്റെ പടച്ചോൻ്റെ കാരുണ്യം എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗ്ഗത്തിൽ പോവില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ കിട്ടണമെങ്കിൽ നമുക്ക് പടച്ചോൻ്റെ കാരുണ്യം വേണം. ഒന്ന് വിളിച്ചേ, യാ അർഹമർ റഹീമീൻ, 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 يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഞാൻ പറയട്ടെ. നമ്മൾ എന്തോരം ദിക്റ് എല്ലാവരും ദുആ ഇരുന്നാലൊന്നും ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടൂല. നമ്മൾ ഇന്ന് രാവിലെ സ്വബാഉൽ ഖൈറിൽ പഠിച്ചൊരു ബോധ്യമില്ലാതെ പോയാൽ അതിൻ്റെ ഒരു മെയിൻ പോയിൻറ്റ്സൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ വിഷയം നമുക്കൊരു ക്ലാസ് എടുത്താലോ? നിങ്ങൾ തയ്യാറാണോ? ഒരു 10-20 മിനിറ്റ് ആ ക്ലാസ് മനസ്സിരുത്തി ഒന്ന് കേട്ടാൽ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്കുള്ളതാണ് അല്ലേ? നിങ്ങൾ ആ വിഷയം മനസ്സിലാക്കാതെ എന്തോരം ദിക്റും സ്വലാത്ത് ഏത് ഗ്രൂപ്പിലും ഏത് ലൈവിലും, ആ ലൈവിലെ ഉസ്താദ് ഈ ലൈവിലും എന്ത് കേട്ടിട്ടും ഇനി ഈ ലൈവിൽ തന്നെ ഇരുന്ന് വെറുതെ കുറേ ദിക്റ് എല്ലാലും ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. കിട്ടൂല എന്ന് പറഞ്ഞാൽ കിട്ടൂല. കാരണം നിങ്ങളുടെ കൽബിൽ ഈ പഠിപ്പിക്കുന്ന ബോധ്യം ഇല്ലെങ്കിൽ, ഇന്ന് രാവിലെ നമ്മൾ പഠിച്ച സംഗതി ഇല്ലെങ്കിൽ കിട്ടൂല, ഉറപ്പ് തന്നെയാണ്. അള്ളാഹിനോടുള്ള പ്രണയമുണ്ടായിരിക്കെ ഒരു ബോധ്യം വേണം. നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് പങ്കെടുത്താലോ? എന്നിട്ട് നമുക്ക് കുറച്ച് ദിക്റിൽ വരക്കുമ്പോൾ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഉറപ്പാണ്. ലൈലത്തുൽ ഖദ്ർ നമുക്ക് തന്നെ തരും, ഉറപ്പാണ്. നിങ്ങൾ തയ്യാറാണോ? ഏതായാലും നമുക്ക് ആ ക്ലാസ് ഒന്ന് കേൾക്കാം, മനസ്സിരുത്തി കേൾക്കുക. ക്ലാസ്സാന്ന് പറഞ്ഞ് ഓടിപ്പോകണ്ട, അതിലൊരുപാട് രസകരമായ സംഗതികളുണ്ട്. അള്ളാഹിലേക്ക് നമ്മളിങ്ങനെ അടുപ്പിച്ച് നിർത്തുന്ന ക്ലാസ്സാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും, നമ്മുടെ മനസ്സ് പടച്ചോനിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. നല്ല നെയ്യത്തോടെ കേട്ടോ, ലൈലത്തുൽ ഖദ്ർ നമുക്കുള്ളതാണ്, ഉറപ്പാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നരകത്തിൽ നിന്ന് ഇത്ഖ് ചൊല്ലി മാറ്റി നിർത്തണേ. ഫഅദ്ഖിൽനിൽ ജന്നത, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഏതാണ് ഈ നരകം? ആഖിറത്തിലൊരു നരകം വരാനുണ്ട് അല്ലേ? റമളാൻ കൊണ്ട് നമുക്ക് ആദ്യം കിട്ടേണ്ടത് ദുനിയാവിലെ നരകത്തിൽ നിന്നുള്ള കാവലാണ്. ഏത് നരകത്തിൽ നിന്നാ? മനസ്സിലേക്കൊന്ന് വരട്ടെ. ഏതാണ് ആ നരകം? ഏതാണ്? അതെ, നാറുല്ലാഹിൽ മൂഖദ. ബാക്കി അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ. നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്വലിഉ, ഹൃദയത്തിനകത്ത് കത്തിയെരിയുന്ന തീ. ദുനിയാവിലെ നരകാണ്. ടെൻഷനാണ്, ടെൻഷൻ. ആ ടെൻഷൻ കളയാനാണ് റമളാൻ. ടെൻഷൻ കളയാനാണ് റമളാൻ. എന്നിട്ട് എത്ര പേരുടെ ടെൻഷൻ പോയി? എന്തേ ടെൻഷൻ പോകാത്തത്? ടെൻഷൻ പോകാത്ത എന്തുകൊണ്ടാ? നമ്മുടെ കൽബിൽ ആരില്ലാത്തത് കൊണ്ടാണ്? പറഞ്ഞില്ല, അല്ലാഹ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, റമളാനിൽ നമ്മളൊന്ന് മരിക്കണം. അങ്ങനെ റമളാനിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പറയാനൊരു ഷാറില്ലല്ലോ ആർക്കും. റമളാനിൽ മരിക്കണം. അപ്പൊ എങ്ങനെ ഉസ്താദ്, ആത്മഹത്യയൊക്കെ വൻ പാപമല്ലേ എന്നാണ്? ആത്മഹത്യ ഒന്നും ചെയ്യണ്ട. സ്വാഭാവികമായ മരണം വരുന്നതിന് മുൻപ് നമ്മളൊന്ന് മരിച്ചാൽ മതി. സ്വാഭാവികമായ ഞാൻ എന്നെ കൊല്ലണം. ഞാൻ ആരെ കൊല്ലണം? അതിപ്പോ എങ്ങനെയാണ് അതിനല്ല ആത്മഹത്യ എന്ന് പറയാം? അങ്ങനെയല്ല. ആ വരി എങ്ങനെയാണ്? ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും അനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? അങ്ങനെ ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും അനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ?
ഒരാള് ആനേനെ തളക്കാൻ വരെ ഭയങ്കര ബലമുള്ളവനാ. എന്നെ തളക്കാൻ പറ്റൂല. ആരാ? ഞാൻ തന്നെ. എൻ്റെ ഉള്ളിലൊരു ഞാൻ കിടപ്പുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ കെട്ടിയോള്, ഞാനുണ്ടാക്കിയത്, എൻ്റെ തറവാട്, എൻ്റെ സ്വത്ത്, എൻ്റെ കച്ചവടം, ഞാൻ. ഈ ഞാനെന്ന സംഗതിയെ കൊന്നുകളയണം. അവനെന്ത് കിട്ടും? റമദാൻ കിട്ടും. അല്ലാത്തവർക്ക് റമദാനും ഇല്ല, ലൈലത്തുൽ ഖദറും ഇല്ല. വെറുതെ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഒരു സംഗതിയും കിട്ടൂല. ഇത്രയും കൊല്ലം റമദാനിൽ നമ്മൾ ഇരുന്നില്ലേ അല്ലേ? ആർക്കെങ്കിലും റമദാൻ കഴിഞ്ഞപ്പോൾ ടെൻഷൻ പോയ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? റമദാൻ കഴിയുമ്പോൾ ടെൻഷനാണ് നമുക്ക് വരിക. എത്ര നാള് കുറച്ച് ഭക്ഷണം മതിയായിരുന്നു, ഇനിയിപ്പോ 3 നേരം തിന്നണം, അതിന്റെ ചെലവ് അല്ലേ, കച്ചവടം കൂടണം, ടെൻഷൻ കൂടുക. എന്നാ റമദാൻ കഴിഞ്ഞ സ്വാഭാവികമായിട്ട് എന്ത് കുറയണം? പറയാന്നേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഞാനെന്ന ഭാവം ഉണ്ടാവുമോ? അവൻ പിന്നെ മയ്യച്ചാൻ. അവൻ എന്ത് ചെയ്യണം? നമ്മൾ യഥാർത്ഥ മരണം വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് മരിക്കാൻ തയ്യാറാകണം. നമ്മളൊന്ന് എൻ്റെ ഉള്ളിലെ എന്നെ ഞാനൊന്ന് കൊല്ലണം. എൻ്റെ ഉള്ളിലെ കൊല്ലണം. സ്വാർത്ഥത, ഈ കുടുംബ വഴക്കൊക്കെ ഉണ്ടാകാൻ കാരണം എന്താ? എന്നിലെ ഞാനാണ്. എന്നിലെ ഈഗോ പ്രശ്നമല്ലേ? അല്ലേ? കെട്ടിയോനെന്ന് പറയുമ്പോൾ കെട്ടിയോക്ക് പറ്റൂല, കെട്ടിയോളെന്ന് പറയുമ്പോൾ കെട്ടിയോന് ഞാൻ വലുത്. ഈ ഞാൻ പോയാൽ പിന്നെ കുടുംബ വഴക്കുണ്ടാവോ? ഇല്ല. അപ്പൊ എന്നെ കൊല്ലണം. അപ്പൊ ഒന്നാമത്തെ പരിപാടി ഞാൻ മരിക്കണം. രണ്ടാമതോ, നീ മരിക്കുന്ന മുൻപേ മരിക്ക്. അതിനൊരു സംഗതി കൂടെ വേണം. ഈ ലൗകികമായ ദുന്യവിയായ സാധനത്തിനോടുള്ള അമിതമായ ആർത്തി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിനോട് ആർത്തി ഉണ്ടാവോ? ഈ ആർത്തി നമ്മുടെ സ്വാഭാവിക മരണം വരുന്നതിന് മുമ്പ് ഒന്ന് കൊന്നു കളഞ്ഞാല് ഒറിജിനൽ മരണം വരുമ്പോൾ സുഖമായിട്ട് മരിക്കാം. ആർത്തി കുറയ്ക്കണം. എന്തിനോടൊക്കെ ആർത്തിയുള്ളത് പറഞ്ഞേ കേക്കട്ടെ. പൈസ, പിന്നെ പെണ്ണും മണ്ണും ആർത്തിയല്ലേ രണ്ടിനോടും? പറയണ്ട, പുറത്ത് കൽബിൻ്റെ ഉള്ളിലുണ്ട് ഇല്ലേ? ഈ സംഗതിയെ കൊന്നു കളഞ്ഞാൽ സുഖമായിട്ട് മരിക്കാം. മൂന്നാമത്തെ എന്താ? ആത്മീയമായ ഉണർവ് വേണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ള ഉണർവ് ഉണ്ടാവുമോ മയ്യത്തിന്? ആ റൂഹന് പിന്നെ ഉണ്ടാവണത് ഏതാ? ആത്മീയമായ ഉണർവാണ്. നമുക്കും ഉള്ളിലെ നഫ്സ് അമ്മാറയെ കൊന്നു കളഞ്ഞിട്ട് ആത്മീയമായ ഉണർവ് ഉണ്ടാക്കിയെടുക്കണം. നാലാമത്തത് എന്താ? പരമമായ സത്യത്തെ പുൽകണം. ഏതാ പരമമായ സത്യം? അള്ളാനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാനെ കാണണമെങ്കിൽ മരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലെ എന്നെ കൊന്നിട്ട് കൽബിന്റെ കണ്ണുകൊണ്ട് അള്ളാനെ കാണാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ മരിച്ചു എന്നാൽ സുഖമായിട്ട് ആരെ കാണാൻ പറ്റും? അള്ളാനെ കാണാൻ പറ്റും. അപ്പൊ റമദാന് തീരണേനും മുമ്പ് നമ്മളൊന്ന് മരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. എന്താ പിള്ളേരെ, റെഡിയാണോ? സജോ റെഡിയല്ലേ? അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് എവിടെ നിർത്തിയിട്ടുള്ളത്? എൻ്റെ ഉള്ളിലെ എന്നെ കൊല്ലാനുള്ളൊരു വഴിയാണ് എൻ്റെ റബ്ബ് തരുന്നതിലൊക്കെ തൃപ്തിപ്പെടുക എന്നുള്ളത്. എൻ്റെ റബ്ബ് പറഞ്ഞില്ല, എൻ്റെ റബ്ബ് പടച്ചോൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പടച്ചോൻ തരുന്ന ദാരിദ്ര്യവും ഞാൻ എന്ത് ചെയ്യണം? ആ പടച്ചോൻ തരുന്ന രോഗവും ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിക്കാനല്ല. ക്ഷമ എന്ന് പറയുന്നത് ലോ ക്ലാസ് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. നമ്മൾ തൃപ്തിപ്പെടണം. അത് മുഹിബ്ബീങ്ങളുടെ സ്വഭാവമാണ്. പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹിനോട് ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ പലവിധ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്കെന്താ പരീക്ഷണങ്ങൾ കുറയുന്നത്? അള്ളാഹിനോട്. നമ്മളൊരു സ്വഹാബിയത്തായ വനിതയുടെ ചരിത്രം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു സ്വഹാബി രാത്രി സമയത്ത് ഇങ്ങനെ വരികയാണ്. മോളെ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേ, ഭാര്യനോട് പറയാൻ. ഭാര്യ പോയി വെള്ളം എടുത്തു വരുമ്പോഴത്തേക്കും സ്വഹാബി എന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആ സ്നേഹമതിയായ ഭാര്യ എന്ത് ചെയ്തു? ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അതബേട് കാണിച്ചില്ല, വെള്ളവും പിടിച്ച് അവിടെ നിന്നു. മൂപ്പർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ, മോളെ നീ ഉറങ്ങിയില്ലേ? ഞാൻ എങ്ങനെ ഉറങ്ങും? നിങ്ങൾ വെള്ളം ചോദിച്ചല്ലേ, പിന്നെ ഉറക്കം കളയാൻ ഞാൻ നിന്നില്ല. നിങ്ങൾ എഴുന്നേൽക്കുന്നതും കാത്ത്. ആരും നമ്മുടെ ഭാര്യമാരായിട്ട് കമ്പയർ ചെയ്യണ്ട, സ്വഹാബിയത്താണല്ലോ വനിത, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ മൂപ്പര് സന്തോഷത്തോട് ചോദിച്ചു, സൽ എന്ത് വേണം നിനക്ക്? ചോദിച്ചോ, ഞാൻ തരാം. എന്ത് വേണം? എനിക്ക് തൊലാക്ക് വേണം. എനിക്ക് എന്ത് വർത്താനോട് മോളെ പറയണത്?
ഇത്ര നല്ലൊരു ഭാര്യ, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നമുള്ളത്? തൊലാക്ക് ചോദിക്കോ? വാ നമുക്ക് പോവാം. ഇലാ ഹദ്റത്തി റസൂലില്ലാ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. സങ്കടമാണ് ആ സ്വഹാബിയുടെ മനസ്സിൽ. എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് തൊലാക്ക് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പോകണം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടിയിട്ട് മൂപ്പര് വീണു. അപ്പൊ തന്നെ ഭാര്യ പറഞ്ഞു, ആ ഇനി തൊലാക്ക് വേണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതെന്ത് വർത്താനോടി അല്ലേ, തൊലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട്? അതൊന്നുമില്ല. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും, രോഗങ്ങൾ കൊടുക്കും. നിങ്ങളെ കെട്ടി അന്നു മുതൽ നിങ്ങൾക്കൊരു രോഗം വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഉറപ്പിച്ചു നിങ്ങളെ പടച്ചോന് ഇഷ്ടമല്ല. ഇപ്പതേ കാല് തട്ടി നിങ്ങൾ വീണു, എനിക്ക് ഉറപ്പായി നിങ്ങളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാ തൊലാക്കൊന്നും വേണ്ട, വീട്ടിലേക്ക് പോവാ. സുബ്ഹാനക യാ റബ്ബ്. ആ സെൻസിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും അള്ളാഹിനെ തിരിച്ചറിയാം? അങ്ങനെ നമ്മൾ തട്ടി വീഴുകയാണെങ്കിൽ ഒടുക്കത്തെ കല്ല് ഒന്ന്, പിന്നെന്തൊക്കെയാ നമ്മൾ പറയാ? പറയുന്നു കേക്കട്ടെ, ഡയലോഗുകളൊക്കെ പുറത്തു വരട്ടെ. ഇച്ചിരി ഉറക്കെ ഡാഷ് ഡാഷ്, അത് നമ്മൾ പൂരിപ്പിച്ചോളണം എന്ന് പറയണം. ഇത് അവരല്ലാന്റെ അടിമയാവോ? അള്ളാന്റെ അടിമയാകണോ? അല്ല എന്ത് തന്നാലും തൃപ്തിപ്പെടണം. മക്കത്തെ ഖുറൈശികൾ വന്നിട്ട് നബിതങ്ങളോട് പറയുന്നുണ്ട്, യാ മുഹമ്മദേ, നീ ഒരു പാവപ്പെട്ടവനാട്ടോ, കയ്യിൽ 5 പൈസ ഇല്ല. ഇപ്പൊ നബിയാണെന്നും പറഞ്ഞിറങ്ങിയത് പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ജമഅനാലക മാലൻ, ഞങ്ങൾ എല്ലാവരും കൂടെ പിരിവിട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ടേ ഈ മക്കത്തെ ഏറ്റവും വലിയ കോടീശ്വരനാക്കി മാറ്റാം. ഈ ഇസ്ലാം പറച്ചിലൊന്ന് നിർത്തിയാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹ് ഇത് കേട്ടപ്പോ നബിതങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. എന്തായിരിക്കും സങ്കടത്തിന്റെ കാരണം? എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഒരുത്തൻ നബിയെ നോക്കി വിളിക്കണം, കയ്യിൽ 5 പൈസ ഇല്ലാത്ത മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇസ്ലാം പറഞ്ഞിറങ്ങിയത് പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ പിരിവിട്ട് പൈസ തരാം, ഈ പരിപാടി നിർത്തിയാൽ മതി. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹ് കരയാൻ തുടങ്ങി. എന്തായിരിക്കും കാരണം? നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നൊന്ന് ചിന്തിച്ചേ. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്തായിരിക്കും? സൗണ്ട് അല്ലേ? എന്തായിരിക്കും പറയുന്നേ? നബിയെ അവര് കളിയാക്കിയതുകൊണ്ട് അല്ലേ? അതാണ് നമ്മളും നബിയും തമ്മിലുള്ള വ്യത്യാസം. റസൂലുള്ളാഹിക്ക് അതൊന്നും സങ്കടമല്ല. കളിയാക്കിയാലും തെറി പറഞ്ഞാലും റഊഫുർ റഹീമാണ്, കാരുണ്യത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിതങ്ങൾക്ക് വന്ന സങ്കടം ഇതാണ്. പടച്ചോനെ, അവരെന്നെ പാവപ്പെട്ടവനെന്ന് വിളിച്ചു, കയ്യിൽ 5 പൈസ ഇല്ലാത്തവനെന്ന് വിളിച്ചു. അവരൊക്കെ പണക്കാരാണ്. അപ്പൊ ഈ പാവപ്പെട്ടവൻ പറയുന്നത് കേട്ട് ഇസ്ലാം അറിയാതെ പോവോ? അവർക്ക് ഇസ്ലാം കിട്ടാതെ പോവോ പടച്ചോനെ? അവർ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോവോ പടച്ചോനെ? നബി മുഹമ്മദ് മുസ്തഫ, ശത്രുക്കളെ കുറിച്ച് പോലും നല്ലത് ചിന്തിക്കാൻ പറ്റുന്ന മനസ്സ്, ഇതല്ലേ സ്വാലിഹീങ്ങളുടെ മനസ്സ്? ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കുന്നത്, അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب ഫറഗബ്. അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കിയില്ലേ നബിയെ? അങ്ങ് സങ്കടപ്പെടണ്ട നബിയെ. അങ്ങ് എന്തിനാ സങ്കടപ്പെടണേ? അങ്ങയുടെ കൽബ് ഞാൻ വിശാലാക്കി തന്നില്ലേ? അതിന്റെ അടയാളല്ലേ നബിതങ്ങള് സങ്കടപ്പെട്ടത് ഏത് വിഷയത്തിലാ? അവർക്ക് ഇസ്ലാം കിട്ടാതെ പോവോ പടച്ചോനെ എന്ന് ഓർത്തിട്ടാണ്, എന്നെ കളിയാക്കി എന്ന് ഓർത്തിട്ടാണോ? അതായത് അള്ളാനെ തൃപ്തിപ്പെടുന്ന ഒരുത്തനെ ആര് കളിയാക്കിയാലും അവൻ മനസ്സിലാക്കണത് എന്താ? അത് അള്ളാന്റെ വിധിയാണ്, അവര് കളിയാക്കിക്കോട്ടെ അല്ലേ? അങ്ങയുടെ മുതുകത്ത് ചുമക്കേണ്ടി വന്ന മുഴുവൻ ഭാരവും നമ്മൾ ഇറക്കി വെച്ചില്ലേ നബിയെ? അങ്ങയുടെ പരാമർശം വാനോളം ഉയർത്തിയില്ലേ നബിയെ? എന്റെ മുത്തുനബി അറിയാത്ത എന്നാരാളുള്ളത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ കാലം പോലെയാണോ? ഇന്ന് മുക്കിന് പള്ളിയാണ്, എല്ലായിടത്തും വിളിച്ചു പറയണം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ശബ്ദം കേൾക്കാത്ത ഏത് ഭാഗമാണ് ലോകത്തുള്ളത്?
അങ്ങയുടെ പരാമർശം നാം ഉയർത്തി നബിയെ, നാം ഉയർത്തി നബിയെ. എന്നിട്ട് പറയുന്നത് എന്താ? ഫഇന്ന മഅൽ, എന്താ അതിന്റെ അർത്ഥം? പ്രയാസത്തിന് ശേഷം അങ്ങനെയല്ല, മഅയ്യത്താണ്. മഅ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ. പ്രയാസത്തിന് ശേഷമൊന്നുമില്ല, പ്രയാസത്തിനോടൊപ്പം തന്നെ എളുപ്പമുണ്ട്. ആർക്ക്? ആ പ്രയാസത്തിൽ തൃപ്തിപ്പെട്ട് നിൽക്കുന്നവർക്ക്. ആ പ്രയാസത്തിൽ തൃപ്തിപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ പ്രയാസം തന്നെ എളുപ്പമായി മാറും. സുബ്ഹാനല്ലാഹ്. അല്ലേ അല്ലേ? ഏത് പ്രയാസം വന്നാലും തൃപ്തിപ്പെടുക, സന്തോഷപ്പെടുക. അങ്ങനെയുള്ളവർ ടെൻഷൻ ഫ്രീ ആയി ജീവിക്കും. ഹബീബ് റസൂലുള്ളാഹ് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയ തെളിവാണത്. അത് ഈമാനുള്ളവർക്ക് പ്രയാസം വരുമ്പോ ഈമാൻ കൂടും, ഈമാനില്ലാത്തവർക്കോ ഉള്ള ഈമാനും. ഈമാൻ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ഒരു ഹദീസ് ഉണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ദഈഫ്. കരുത്തനായ ഒരു മുഅ്മിൻ ഉണ്ടല്ലോ, ദുർബലനായ മുഅ്മിനിനേക്കാൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാ പിന്നെ നാളെ മുതൽ ജിമ്മി പോയാലോ അല്ലേ? ആ കരുത്തനല്ല, ആ കരുത്തല്ല. ഏത് കരുത്ത? ഈമാനിന്റെ കരുത്ത്. ഏത് കരുത്ത്? മാനസികമായ ബലമുള്ളൊരു മുഅ്മിൻ, പടച്ചോൻ കൊടുക്കുന്നതിലൊക്കെ തൃപ്തിപ്പെട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മുഅ്മിൻ ഉണ്ടല്ലോ, ഈമാൻ കുറഞ്ഞവനേക്കാൾ അള്ളാഹു അവനെ ഭയങ്കര ഇഷ്ടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കൊടുക്കുന്നതിലൊക്കെ തൃപ്തിപ്പെട്ട് നിൽക്കണവൻ. എന്തു കൊടുത്താലും. നമ്മൾ പണ്ടൊരു ഉദാഹരണം പറഞ്ഞില്ലേ, ഭർത്താവ് ഭാര്യക്കൊരു ലോ ക്ലാസ് സാധനം മേടിച്ചു കൊടുത്തു. വളരെ ക്വാളിറ്റി കുറഞ്ഞ, കാണാൻ ഭംഗിയില്ലാത്ത, ഒരു വിലയില്ലാത്തൊരു സാധനം ഭർത്താവ് സ്നേഹത്തോടെ ഭാര്യക്ക് കൊടുത്താൽ, നല്ല ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും സജോ? സ്വീകരിക്കൂലേ? മോശം ഭാര്യയാണെങ്കിലോ? എന്താണ് ഇക്കാക്ക മേടിച്ചെന്ന്? അയ്യേ, ഇതാണ് നല്ല ഭാര്യ എന്ന് പറയാൻ പറ്റുമോ? അവൾ എന്തിലേക്കാ നോക്കിയത്? പരീക്ഷണത്തിലേക്കാ നോക്കിയത്, കെട്ടിയോനിലേക്ക് നോക്കിയില്ല അല്ലേ? എന്നാൽ നല്ല ഭാര്യയാണെങ്കിലോ, അല്ലാ ഇതാണോ എന്റെ ഇക്കാക്കാടെ സമ്മാനം. അവള് നോക്കിയത് പരീക്ഷണത്തിലേക്കല്ല, ആരിലേക്കാണ്? കെട്ടിയോനിലേക്കാണ്. അള്ളാഹുവിലേക്ക് നോക്കണം, പരീക്ഷണത്തിലേക്ക് നോക്കരുത്. എന്റെ റബ്ബ് തന്നത്, എന്റെ റബ്ബ് തന്നത്, എന്റെ റബ്ബ് തന്ന രോഗം, എന്റെ റബ്ബ് തന്ന ദാരിദ്ര്യം, എന്റെ റബ്ബ് തന്ന സമ്പന്നത, എന്റെ റബ്ബ് തന്ന കച്ചവടം, എന്റെ റബ്ബ് തന്ന ആയുസ്, എല്ലാം 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 ആര് തന്നത്? അല്ലാഹ് തന്നത്. ആ പ്രണയം കൽബിൽ നിൽക്കുന്ന മനുഷ്യൻ അവനാണ് അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ മുഅ്മിൻ. സയ്യിദുനാ റസൂലുള്ളാഹ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, വ ഇൻ അസാബക ശൈഉൻ, നിങ്ങൾക്കൊരു പ്രയാസം നേരിട്ടാൽ, വലാ തഖുൽ, നിങ്ങൾ പറയരുത്, ലൗ അന്നി ഫഅൽതു കദാ വകദാ, ശോ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അല്ലേ. ഒരാൾ നമ്മൾ CA കൊണ്ടുപോയി എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കാൻ ചേർത്തു. ഒരു മോനെ തോറ്റുപോയി. ലക്ഷ്യയിലാക്കിയാൽ മതി എന്ന് അന്ന് പറഞ്ഞതാണ്, കേട്ടില്ല. ഇവൻ ആരല്ല? അള്ളാന്റെ അള്ളാന്റെ ഖദാഇ ഖദറിൽ ഇവന് വിശ്വാസം ഉണ്ടോ? ഇവൻ കാരണങ്ങളുടെ മേൽ ഇഅ്തിമാദ് ചെയ്യാൻ, അസ്ബാബുകളുടെ മേൽ കെട്ടിത്തൂങ്ങാൻ. മുസബ്ബിബുൽ അസ്ബാബായ കാരണങ്ങളെ സംഭവിപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് അവൻ നോക്കിയില്ല. ഇതാണ് ഈ തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദ് എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുന്ന സംഗതിയൊന്നുമല്ല. ഈ തിരിച്ചറിവാണ് തൗഹീദ്, യഥാർത്ഥ തൗഹീദ്. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ, ഞാൻ ആ വഴി പോയില്ലായിരുന്നുവെങ്കിൽ ആ കുളത്തിൽ വീഴൂലായിരുന്നു. ഇങ്ങനെ പറയരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മറിച്ച് എന്ത് പറയണം? നബി തങ്ങൾ പറയാ, ഖദ്ദറല്ലാഹ്. എന്ത് പറയണം? ഖദ്ദറല്ലാഹ്. ഇങ്ങനെ നമ്മളിപ്പോ റോട്ടിൽ തെന്നി അങ്ങോട്ട് വീണു, മനസ്സിലുണ്ടാകേണ്ട ബോധ്യം എന്താ? ഖദ്ദറല്ലാഹ്, അല്ലാഹ് കണക്കാക്കിയതാണ്, അള്ളാന്റെ വിധിയാണ്. വമാ ശാഅ ഫഅല, മാ ശാഅ ഫഅല, അവൻ ഉദ്ദേശിച്ചത് അവൻ നടപ്പാക്കി. എന്ത് പറയണം? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു അപ്രതീക്ഷിതമായ ഒരു സംഗതി, ഒരു അപകടം, ഒരു മുസീബത്ത് വന്നുവിട്ടാൽ ഉടനെ എന്ത് പറയണം? ഖദ്ദറല്ലാഹ്. എന്താ പറയേണ്ടത്? നിങ്ങൾ മറന്നു. ഒരു 3 തവണ പറഞ്ഞേ, ഖദ്ദറല്ലാഹ്, ഖദ്ദറല്ലാഹ്. എന്താ ഖദ്ദറല്ലാഹ് എന്ന് പറഞ്ഞാൽ? അല്ലാഹ് കണക്കാക്കിയതാണ്. ഞാൻ കാരണങ്ങളിലേക്ക് നോക്കണോ? ഇപ്പൊ കഴിഞ്ഞല്ലേ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അമേസിങ് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി.
ഇപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ഉണ്ട് ആഗ്രഹം. പടച്ചോനെ, പുതിയ വണ്ടി എടുക്കണോ അല്ലെങ്കിൽ അമേസ് നിലനിർത്തണോ? നീ ഒരു തീരുമാനം താ പടച്ചോനെ. ഞാനിങ്ങനെ റബ്ബിനോട് പറയണം, വണ്ടി എടുക്കണമെങ്കിൽ ഹയറാണെങ്കിൽ വണ്ടി എടുക്കാം, അല്ല അമേസും കൊണ്ട് നടക്കണമെങ്കിൽ അമേസും കൊണ്ട് നടക്കാം. ഒരു ദിവസം രാവിലെ ഞാൻ വലിയ കാര്യത്തിന് ഒരു ചായയൊക്കെ അടിച്ച് ഉറക്കം കുറവായിരുന്നു രാത്രി. അങ്ങനെ കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ണിങ്ങനെ നടന്നു പോയി, നേരെ ഒരു ബസ്സിന്റെ ബാക്കിലിടിച്ചു. അപ്പൊ തന്നെ ഞാൻ ചാടി എണീറ്റിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, പുതിയ വണ്ടി എടുക്കാനാണ് നിന്റെ തീരുമാനം. സന്തോഷായി റബ്ബേ. അപ്പോഴത്തേക്കും കുറെ ആൾക്കാർ വട്ടം കൂടിയില്ലേ. ബസ്സിലുണ്ടായിരുന്നു നമ്മുടെ റസാ വ്ളോഗ്സ് കാണുന്ന ഒരു ഇത്ത. അല്ലാ ഉസ്താദേ, ഉസ്താദിനെ കാണണോന്നുള്ളത് എന്റെ കൊതിയായിരുന്നു, ഇപ്പോഴെങ്കിലും പടച്ചോൻ കാണിച്ചു തന്നല്ലോ, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു അടിപൊളി, ഇങ്ങനെ തന്നെ കാണിച്ചല്ലോ, സന്തോഷായി. അപ്പൊ അവര് പറഞ്ഞൊരു കാരണമുണ്ട്, ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അല്ലേ. എന്തുകൊണ്ട് ഇടിച്ചത്? സ്പീഡ് കൂടുതലായിരുന്നു ഉസ്താദ്. ആണോ? നമ്മൾ എന്താ തേടുന്നത്? എവിടെ ഖദ്ദറല്ല വന്നോ? അവിടെ എന്ത് വരണം? എന്റെ റബ്ബ് എനിക്ക് ഗുണമല്ലാത്തത് ഇനി നീ അമേസൊക്കെ ഉപയോഗിച്ചത് മതി, വേറെ വണ്ടി എടുക്കണർക്ക. ഇതാര് പറയാം എന്നോട്? എന്റെ റബ്ബ് പറയാം, ഞാൻ പിന്നെ വേറെ വണ്ടി എടുക്കണ്ടേ? അപ്പൊ അള്ള വഴിയൊരുക്കി തരാണ്. ഈ ബോധ്യത്തിൽ നിങ്ങൾ ലൈഫിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കി, എന്ത് രസമായിരിക്കും. പിന്നെ പടച്ചോൻ കുറച്ചാൾ എന്നെ ഇരുത്തിയൊക്കെ നിസ്കരിപ്പിച്ചു. അങ്ങനെയുണ്ട് കുറെ സംഗതി. കുറച്ചാൾ ഇരുന്നോ, ആ പൊങ്ങച്ചൊക്കെ ഒന്ന് കുറയട്ടെ, കൽപ്പിന്റെ അകത്ത സാധനമൊക്കെ ഒന്ന് താഴ്ത്തോട്ട് പോട്ടെ, എന്നെ നന്നാക്കല്ലേ എൻ്റെ റബ്ബ്. അങ്ങനെ ഓരോ സംഗതിയും ലൈഫിലുള്ളത് എന്ത് സംഭവിച്ചാലും ഉടനെ പറയേണ്ട വർത്താനം എന്താണ്? ഖദ്ദറല്ലാഹ്. എന്ത് പറയണം? വമാ ശാഅ ഫഅല. ഇങ്ങനെ മാ ശാഅ ഫഅല. റബ്ബിന് ഇഷ്ടപ്പെട്ടതവൻ പ്രവർത്തിച്ചു. ഒരു ആരിഫായ മനുഷ്യൻ ഗസാലി ഇമാം പറയുന്നുണ്ട്, അദ്ദേഹം കരയാണ്. കുൻതു അദ്നബ്തു ദംബൻ അളീമൻ. ഞാൻ വലിയൊരു പാപം ചെയ്തു. വഅന അബ്കി അലൈഹി മുൻദു 60 സന. 60 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു പാപം ചെയ്തതിന്റെ പേരിൽ. 60 കൊല്ലം കരയാൻ മാത്രം ആ മനുഷ്യൻ എന്ത് പാപം ചെയ്തിട്ടുണ്ടാവുക? ആരെങ്കിലും തട്ടിക്കളഞ്ഞു? അതിലും വലിയ പാപമാണെന്ന് അറിയാം. വ്യഭിചരിച്ചു, അതിലും വലിയ പാപം. എന്ത് പാപാണത്? അതായത് നടന്നുപോയൊരു സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു പോയി, പടച്ചോനെ അങ്ങനെ നടക്കാതിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞു പോയി. അല്ലാ, അത് നിന്റെ വിധിയെ ചോദ്യം ചെയ്യലല്ലേ? പിന്നെ കരയാൻ തുടങ്ങി, എനിക്ക് പടച്ചോൻ പുറത്തു വരുമോ. 60 കൊല്ലം കരഞ്ഞു എന്നാണ്. എന്തേ ചോദിച്ചത്? അതിനു പകരം വേറെ രീതിയിലാണ് നടന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേൻ, ഇത്രേ പറഞ്ഞുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പോ ഈ അങ്ങനെയുള്ള സംസാരം നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴൊക്കെ നമ്മൾ ചില ആളുകൾ പറയും, ബാപ്പ അന്ന് അങ്ങനെ സ്വത്ത് എഴുതി വെച്ചതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം, അല്ലേ? അല്ലെങ്കിൽ ബാപ്പ സ്വത്ത് എഴുതി വെക്കാതെ പോയതാണ് കാരണം, അല്ലേ? അല്ലെങ്കിൽ പുള്ളേൻ ആ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താണ് കാരണം. എല്ലാം നമ്മൾ കാരണങ്ങളിലേക്ക് വിധിയെ കൊണ്ടുപോയി നിർത്താൻ. എവിടെയോ അല്ല, അയിനല്ല. അല്ല എവിടെ? പടച്ചോൻ പിന്നെന്തിനാ? പടച്ചോനെന്തിനാ? അപ്പൊ കാരണങ്ങളുടെ മേൽ കെട്ടിത്തിരിയുന്നവർക്ക് സമാധാനം കിട്ടുമോ? പറ. സമാധാനം കിട്ടൂല. അതെന്തുകൊണ്ടാ കുറ്റായത്? മഹബത്തുള്ളത് കൊണ്ടാണ് കുറ്റമായിട്ട് തോന്നിയത്. നമുക്കതൊന്നും കുറ്റമായിട്ട് തോന്നാത്ത എന്തുകൊണ്ടാ? നമ്മുടെ കൽബിൽ എന്തില്ല? കുറ്റമില്ല, മഹബത്തില്ല. അപ്പൊ നമ്മൾ ഈ കണക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിലെ, ഏത് വിഷയത്തിലും ഒരാളെ ഇങ്ങനെ കണക്കാക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. മോശം ധാരണ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹ്. മോശം ധാരണ നമുക്ക് ഒരുപാട് പേരെ കുറിച്ചുണ്ട് അല്ലേ? ഇന്ന ബഅദ ദന്നി ഇസ്മുൻ. മോശം ധാരണ കുറ്റമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരാളെ കുറിച്ച് മോശം ചിന്തിക്കണ്ട, മോശം പറയാനും പോകണ്ട. അത് ഭയങ്കര ഡേഞ്ചറാണ് ഇല്ലേ? ഒരിക്കല് സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന് ക്ലാസ് എടുക്കണ സംഭവം നമ്മൾ പറഞ്ഞു ഓർക്കണില്ലേ? ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ കുറച്ച് ഇറച്ചിയും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോണേ. അപ്പൊ സ്വഹാബികളൊക്കെ പറഞ്ഞു, നബി തങ്ങളുടെ അടുക്കിലേക്ക് ഇത് ഇറച്ചിയും കൊണ്ടുപോണ്, നമുക്ക് ഇത്തിരി ചോദിച്ചാലോ? കുറേ ആയില്ലേ? അഹ്ലു സുഫയാണ്, പാവപ്പെട്ടവരാണ് അവിടെ ഇരിക്കണത്. 10-60 സ്വഹാബത്തുണ്ട്. ഭക്ഷണം ഇല്ല, നല്ല വസ്ത്രം ധരിക്കാനില്ല, ഒന്നുമില്ലാത്ത കുറച്ച് മനുഷ്യന്മാർ പള്ളിയിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അഹ്ലു സുഫ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ആൾ. ഇടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. വിളിച്ചു, വീണ്ടും ബോധം കഴിഞ്ഞു. എന്താ അബൂ ഹുറൈറ, എന്ത് പറ്റി? വിശന്നിട്ടാ, ഒന്നും കഴിച്ചിട്ടില്ല, കുറെ ദിവസമായി. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോ സെയ്ദിനോട് പറയും, സെയ്ദേ ഇത്തിരി ഇറച്ചി റസൂലുള്ളാഹിനോട് ചോദിക്കാവോ? സെയ്ദ് റളിയല്ലാഹു അൻഹു ഇറച്ചി ചോദിക്കാൻ പോയപ്പോണ്ട്
അക്കൂട്ടത്തിൽ ഒരു സ്വഹാബി പറയുന്നത്, സെയ്ദിന് ഇപ്പൊ എന്തിനാ വേണ്ടാത്ത പണി? റസൂലുള്ള രാവിലെ ഇപ്പൊ ഹദീസ് എടുത്തുകൊണ്ട് പോയതല്ലേ, ഇനിയിപ്പോ ഒന്നും കൂടെ മൂപ്പർ എടുക്കേണ്ടതുണ്ടോ? ഇത്ര ചോദിച്ചിട്ടുള്ളൂ, കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിൽ എന്താ പറയാ? ഇത്രേ പറഞ്ഞുള്ളൂ. സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി, സലാം പറഞ്ഞു, കൈപിടിച്ചു ചുംബിച്ചു. യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ഇങ്ങനെ ഇറച്ചി കൊണ്ടുവരുന്നത് കണ്ടു, കുറച്ച് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണ്. അവരിപ്പോ ഇറച്ചി തിന്നിട്ടല്ലേ ഉള്ളൂ സെയ്ദേ, അവരിപ്പോ ഇറച്ചി തിന്നിട്ടല്ലേ ഉള്ളൂ. നബി, അവരിറച്ചി തിന്നോ? എന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഇറച്ചി ചോദിക്കാൻ വിട്ടിട്ട് അവരവിടെ ഇറച്ചി തിന്നായിരുന്നു. നേരെ ഓടിച്ചില്ല. സ്വഹാബ, നിങ്ങളൊക്കെ ഇറച്ചി തിന്നു എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ. എന്തൊട്ട് വർത്താനമാണ് ചെയ്തത്? മനുഷ്യൻ എത്ര നാളായി ഇറച്ചി കണ്ടിട്ട്. നബിതങ്ങൾക്കൊരു മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കണണ്ടപ്പോ കൊതി തോന്നിയിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ എന്നോട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ നിങ്ങൾ ഇറച്ചി തിന്നു. അല്ലാ, നമുക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോവാം. എല്ലാരും ചെന്നു. യാ റസൂലല്ലാഹ്, ഇറച്ചിയോട് കൊതി തോന്നിയിട്ട് അങ്ങയുടെ അടുക്കലേക്ക് വിട്ടതാണ് നബിയെ, ഞങ്ങൾ കഴിച്ചിട്ടില്ല. യാ റസൂലല്ലാഹ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. സ്വഹാബത്തിനൊക്കെ ഭയങ്കര സങ്കടായി. ഇല്ല നബിയെ, കരച്ചിലിന്റെ വക്കിൽ. ഇല്ല നബിയെ, ഒന്ന് തുപ്പി നോക്കിക്കേ. സ്വഹാബത്ത് തുപ്പിയപ്പോ പച്ച ഇറച്ചി കടിച്ച ചോരയടക്കം വായിന്നിങ്ങനെ വരിക. പച്ച ഇറച്ചിയുടെ ചൊവയുണ്ട്. യാ റസൂലുള്ളാഹ്, എന്തായി സംഭവിക്കണത്? നിങ്ങൾ തിന്നത് സെയ്ദിന്റെ ഇറച്ചിയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു മനുഷ്യന്റെ അഭാവത്തിൽ അവന്റെ കുറ്റം പറയൽ അവന്റെ പച്ച ഇറച്ചി തിന്നുന്നതിന് സമാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവർക്ക് റമദാനുണ്ടോ? ഒന്നുമില്ല. നമ്മളൊരാളിലേക്കും കുറ്റം പറയാൻ പോകേണ്ടതുണ്ടോ? എല്ലാരെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവൾക്ക് എപ്പോഴും ഒരു പരാതിയുണ്ട്, പഠിച്ചോൻ ഇത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ജിഹാദം. എന്നുവെച്ചാല് ഒരു വീട്ടിലെ എപ്പോഴും ഞങ്ങളുടെ വീട്ടില് ആര് വന്നു എന്നറിയുന്ന ഒരു 2 കണ്ണുകളുണ്ട് അപ്പുറത്തെ വീട്ടില്. ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കാനായിട്ട് ഇപ്പൊ ഇവളെന്നോട് പരാതി പറയണ, കാക്ക എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്, പ്രായവരാണ് എന്നാലും അങ്ങനെ ഒരു മോശമല്ലേ. ഞാൻ പറഞ്ഞു, ഹൈറല്ലേടി, ഇപ്പൊ നമുക്ക് 2 ക്യാമറയിൽ 1 ക്യാമറ ലാഭമായി കിട്ടിയില്ലേ? ഒരു സൈഡിൽ മാത്രം ക്യാമറ വെച്ചാൽ മതിയല്ലോ, മറ്റേ ക്യാമറ അങ്ങനെ തന്നെ നിന്നോട്ടെ. ആ ക്യാമറ ഇല്ലാണ്ടാകണ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്യാമറ വെക്കാം, പോരെ? എവിടെ ഉണ്ടോ അങ്ങനത്തെ കണ്ണുകളൊക്കെ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹൈറാണ്. നമ്മൾ നോക്കാൻ 2 ആൾക്കാർ അള്ളാഹ് നിശ്ചയിച്ചിട്ടല്ലേ 2 കണ്ണുകളെ. നിങ്ങൾക്ക് സംഗതി കത്തിയില്ലേ? കത്താത്തവരുണ്ടോ? ചിലർക്കൊന്നും കത്തിയതായിട്ട് തോന്നണില്ല. പാവൊരു വല്യമ്മയാണ്. ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നു എന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആർക്കറിയാം? വല്യമ്മക്കറിയാം. ഞാനൊക്കെ കാണുന്നുണ്ടായിരുന്നിട്ടാ എന്ന് പറയും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ പൊന്നമ്മായി. അമ്മായിന്ന് സ്നേഹത്തോടെ വിളിക്കും. കാരണം ഈ ഭാഗത്ത് മാത്രം ഇനി ക്യാമറ വെച്ചാൽ മതിയല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹ് ദീർഘായുസ് തരട്ടെ. നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്, പ്രായമെങ്കിലും നല്ല ക്ലാരിറ്റി ഉണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ എല്ലാ സംഗതി ഒരു പോസിറ്റീവ് മൈൻഡിലങ്ങ് എടുത്താൽ മതി. ഇന്ന ബഅദ ഇസ്മുൻ, മോശം ചിന്ത കുറ്റകരാണ്. എന്തിനാ അങ്ങനെ ചിന്തിക്കണത്? എല്ലാം ഹൈറായിട്ട് എടുത്തു നോക്കിയാൽ ലൈഫ് അടിപൊളിയല്ലേ. എന്തിനീ മോശം ചിന്തയിൽ കൊണ്ടുപോയി വെക്കണത്? അവര് നോയിക്കോട്ടെ, അതിനിപ്പോ നമുക്ക് എന്താ തടസ്സം? അവരുടെ വീട്, അവരുടെ കണ്ണ്, അവരുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? അവരോട് നോക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അവര് നോക്കിയിരിക്കട്ടെ എന്നേ. നമ്മുടെ ഔറത്തിലേക്കൊന്നും അവർ നോക്കണില്ലല്ലോ, പുറത്തോട്ടല്ലേ അവർ നോയിക്കോട്ടെ, നമുക്കത് ഗുണാണ്. അങ്ങനെ ആ അമ്മായി നോക്കി ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട്. ഗുണല്ലേ? അൽഹംദുലില്ലാ, എല്ലാം ഹൈർ. ആ ബോധ്യത്തിൽ ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബിക്ക് അള്ളാഹു ഒരുപാട് മോചിസത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. എന്തൊക്കെയുണ്ട്? وَإِتَّخْلُقُ مِنَ الطِّينِ كَهَيْئَةِ الطَّيْرِ بِإِذْنِي فَتَنفُخُ فِيهَا فَتَكُونُ طَيْرًا بِإِذْنِي وَتُبْرِئُ الْأَكْمَهَ وَالْأَبْرَصَ بِإِذْنِي وَإِذْ تُخْرِجُ الْمَوْتَى بِإِذْنِي. കുറച്ച് കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ട് അതിലേക്ക് ഊതിക്കഴിഞ്ഞാൽ ജീവനുള്ള പക്ഷിയായി മാറും. ആരൂതിയാല്? അപ്പൊ ഊത്തിലൊക്കെ കാര്യമുണ്ട് അല്ലേ? ചില ഊത്തിലൊക്കെ കാര്യമുണ്ട്. റസൂലുള്ള മന്ത്രിച്ചു ഊതിയിട്ടുണ്ട്, സ്വഹാബത്ത് മന്ത്രിച്ചു ഊതി പൈസ മേടിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. മന്ത്രിച്ചു ഊതിയിട്ട് എത്രയോ സ്വഹാബത്ത് മേടിച്ചത്? ഒരു റിപ്പോർട്ട് പ്രകാരം 100 ആടാണ് ഒരു ഫാത്തിഹോദി മന്ത്രിച്ചതിന് വാങ്ങിയത്. എത്ര ആടാണ്? 100 ആടാണ് ഫാത്തിഹോദി മന്ത്രിച്ചതിന് മേടിച്ചത്. 100 ആടിന് എന്ത് റേറ്റ് ഉണ്ടാവും? വീട്ടിക്കന്ന് ഒരാടിന് എന്ത് റേറ്റ് ഉണ്ട്? ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 രൂപ വെച്ച് കൂട്ടാ. അപ്പൊ 100 ആടിന് എത്രേ?
സിമ്പിൾ കണക്കൂല അറിയുമ്പോൾ നിങ്ങൾ എന്ത് കച്ചവടക്കാരാണ്? 10,000 പ്ലസ് ഇൻറ്റു 100 എത്രയാ? 10 ലക്ഷം. ഒരു ഫാത്തി ഓതി വന്നിരിക്കാനായിട്ട്. പക്ഷെ സ്വഹാബത്തിന്റെ മന്ത്രമാണ്. വിഷമൊക്കെ ഇറങ്ങിപ്പോയട്ടോ. മൊയ്ലിയാർ അതുപോലെ ഇറക്കി തന്നെ എന്നാ 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മൊയ്ലിയാർ ഒരു കഥയാണ്. മറ്റേത് സ്വഹാബത്തിന്റെയാണ്. സ്വഹാബത്ത് അങ്ങനെ മന്ത്രിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞ റസൂൽ എന്താ പറഞ്ഞത്? വളിരിബൂലി ബിസഹ്മിൻ, അതിൽ നിന്ന് ഒരു ഷെയർ എനിക്കും തരണം. സയ്യിദുനാ റസൂലുള്ളാഹ്. മന്ത്രിച്ച് മേടിച്ച പൈസ എന്ന് ഷെയർ ചോദിച്ച നേതാവാണ് ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. ജസ്റ്റ് ജമീനിനോട് ചോദിച്ചാൽ മതി, ഇനി പുസ്തകമൊന്നും വേണ്ടല്ലോ. പക്ഷെ ആശയം നോക്കുമ്പോൾ തെറ്റരുത്. അള്ളാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു മുഅ്ജിസത്ത്. മറ്റൊരു മുഅ്ജിസത്ത് എന്താ? വതുബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നി. ജന്മനാ അന്ധൻ, ജന്മന വെള്ളപ്പാണ്ട് രോഗമുള്ളവർക്കൊക്കെ ഈസാ നബി എന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ അപ്പൊ തന്നെ കണ്ണിന് കാഴ്ചിട്ടും. സൂറത്തുൽ മാഇദ കേട്ടോ യോധനെ. പിന്നെ വെള്ളപ്പാണ്ട്, ജന്മനാ വെള്ളപ്പാണ്ടുള്ളവർക്ക് മരുന്നുണ്ടോ? ഇല്ല, മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ജന്മനാ അന്ധനും മരുന്നില്ല. ഇങ്ങനെ തടവി കൊടുക്കുമ്പോഴേക്ക് വെള്ളപ്പാണ്ട് മാറും. പിന്നെയോ മരിച്ചു കിടക്കണ മനുഷ്യനോട് കുമ്പി ഇതിനില്ല, അള്ളാന്റെ അനുമതിയോട് എണീക്കി ആ മനുഷ്യൻ എണീറ്റ് വരും. സുബ്ഹാനല്ലാഹ്. ആരുടെ മുഅ്ജിസത്താണ്? അതായത് അള്ളാഹ് ചില കാര്യങ്ങൾ ചെയ്യണത് കാരണങ്ങൾ വഴിയാണ്. അത് അള്ളാഹ്ക്ക് നേരിട്ട് എഴുന്നേപ്പിച്ചാൽ പോരെ. അങ്ങനെ ഒരു ഈസാ നബി എന്തിനാ എന്നൊക്കെ ബുദ്ധിയുള്ളവർ ചോദിക്കൂല. ബുദ്ധിയില്ലാത്തവരങ്ങനെ പലതും ചോദിക്കും. അള്ളാഹു കാരണങ്ങൾ വഴി നടപ്പാക്കിയതാരാണ്? ആരാ കാരണം? ഈസാ നബിയിലൂടെ ജീവിപ്പിച്ചതാരാണ്? നിങ്ങൾ പറയണില്ല ആരാണ്? മുത്ത് നബിയിലൂടെ, ബദരീങ്ങളിലൂടെ എന്നെ സഹായിച്ചത് ആരാണ്? അള്ളാഹുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈസാ നബി റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇന്ന ഈസ അലൈഹിസ്സലാം മർറ ബിറജുലിൻ അഅമാ വഅബ്റസ്. ജന്മന കണ്ണ് കാണാത്ത, ശരീരം മുഴുവൻ വെള്ളപ്പാണ്ട് ബാധിച്ച ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ. ആ മനുഷ്യന്റെ ഇറച്ചിയൊക്കെ ഇങ്ങനെ വിട്ടുപോരുന്നുണ്ട്. ശരീരത്തിൽ ഇങ്ങനെ പഴുപ്പ് വന്നിട്ട് കുഷ്ഠരോഗം ബാധിച്ചിട്ട് ഇറച്ചിയൊക്കെ ഇങ്ങനെ വിട്ടുപോരാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയണെന്നറിയോ? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലക ബിഹി കസീറൻ മിൻ ഖൽഖി. പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. ഒരുപാട് നിന്റെ അടിമകൾക്ക് പരീക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് എനിക്കങ്ങനെ വലിയ പരീക്ഷണമൊന്നും നീ തന്നില്ലല്ലോ അല്ലാ, നിനക്കാണ് സർവസ്തുതിയും. ജന്മന കണ്ണ് കാണൂല, ശരീരം മുഴുവൻ വെള്ളപ്പാണ്ട്, ഇറച്ചി ഇങ്ങനെ ഈർന്ന് വീഴാണ്, പഴുപ്പ് ബാധിച്ച്. ആ മനുഷ്യൻ പറയണ എനിക്ക് പരീക്ഷണമൊന്നും തരാത്ത റബ്ബേ നിനക്കാണ് അൽഹംദുലില്ലാ. ഈസാ നബി ഇത് കേട്ടോണ്ട് വരികയാണ്. നിങ്ങൾക്ക് എന്ത് പരീക്ഷണ ഇല്ലാത്തത്? ആരോ ചോദിക്കണേ? നബിയുല്ലാഹി ഈസ. ആ മനുഷ്യൻ പറയുന്നുണ്ട്, യാ റൂഹല്ലാഹ് ഇന്നി ഖൈറും മിമ്മൻ ലം യജ്അലില്ലാഹു ഫീ ഖൽബി. ആ മനുഷ്യന്റെ വാക്ക് വളരെ മനോഹരാണ്. ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, അവരുടെ ഒന്നും കൽബില് അല്ല ഇല്ല. എന്റെ കൽബില് അള്ളാന്റെ മഅരിഫത്തുണ്ട്, എനിക്ക് പടച്ചോനറിയാം. അതുകൊണ്ട് തന്നെ എന്റെ റബ്ബ് തന്ന ഈ പ്രയാസങ്ങളൊന്നും പ്രയാസമായിട്ട് എനിക്ക് തോന്നണില്ല. എന്റെ കൽബിൽ എന്റെ റബ്ബുണ്ട്, അതുകൊണ്ട് അൽഹംദുലില്ലാ, സർവസ്തുതിയും എന്റെ റബ്ബിന് തന്നെ, എനിക്ക് സങ്കടങ്ങളില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളും അവരും തമ്മിലുള്ള ഒരു അന്തരം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എവിടെ കിടക്കണേ? കൊച്ചു പ്രശ്നം വരുമ്പോഴേക്ക് നമ്മൾ പരാതിയുടെ വാണ്ട, എനിക്ക് മാത്രമാണ് ഇങ്ങനെ പഠിച്ചോനെ, ഈ മഹലിൽ ഇത്ര അടങ്ങിയറായത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പഠിച്ചോനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മരണം വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നമുക്ക് ഈമാനുള്ള കൽബ് വേണം, കരുത്തുറ്റ കൽബ്. ഏറ്റവും വലിയ ആരോഗ്യം എന്താണ്? ശരീരത്തിന്റെ ആരോഗ്യമാണോ? മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈമാനാണ്. അതുള്ളവൻ എന്ത് ചെയ്യും? അവന്റെ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു. അവന്റെ കാലൊടിഞ്ഞിരിക്കുന്ന സമയത്താണ് അവന്റെ ഇളയ പുള്ള ടെറസിന്റെ മേലെ താഴെ വീണിട്ട് കയ്യും കാലും ഒടിഞ്ഞ് താഴെ കിടക്കണം. അൽഹംദുലില്ലാ, ആ ലെവലിലേക്ക് എത്തണം, സംഗതി സെറ്റാണ്. നമ്മളോ ഒന്നുമില്ലെങ്കിൽ പഠിച്ചോൻ എന്റെ കയ്യും കാലും ഒടിച്ചതല്ലേ, നീ പുള്ളേയും കൂടെ ഇറങ്ങിയാറാക്കണോ? അവൻ ശക്തനല്ല, ദുർബലനാണ്. ശക്തനാണോ? അതിലങ്ങ് തൃപ്തിപ്പെടും, അതിലങ്ങ് അവനെ കുറിച്ച് മലക്കുകളോട് അല്ലാഹ് പറയുന്നുണ്ട്, മലക്കുകളെ, എന്റെ അടിമക്ക് നിങ്ങളൊരു വീട് പണിയൂ, സമ്മൂഹു ബൈത്തുൽ ഹംദ്, എന്നിട്ട് ഹംദിന്റെ കൊട്ടാരം എന്ന് പേരിടണം. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്
ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. വയറിനൊരു രോഗം വന്നു. ചുരുക്കാട്ടോ, ബോറടിക്കണ്ടോ? അതിനൊരുക്കം. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ വയറിന് രോഗം വന്ന് നീര് വന്ന് അങ്ങനെ വീർത്തു. 30 കൊല്ലം എഴുന്നേക്കാതെ കിടന്നു. 30 കൊല്ലം കിടന്ന കിടപ്പ് കിടന്നു. ബാത്റൂമിലൊന്നും പിടിച്ചു പോലും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ എന്ത് വെച്ചാൽ മൂപ്പര് കിടക്കുന്ന ആ ഭാഗത്ത് വിസർജിക്കാൻ പറ്റിയ സ്ഥലം മൂപ്പര് കിടക്കുന്നതിനടിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. 30 കൊല്ലം കിടപ്പ് അങ്ങനെ കിടന്നു. അപ്പോഴാണ് മുത്തറിഫ് അലാ റഹിമഹുമുല്ലാഹ് രണ്ടുപേരും ഈ മനുഷ്യനെ കാണാൻ വേണ്ടി വരിക. രണ്ടുപേരും വലിയ മഹാന്മാരാ. മുത്തറിഫ് റളിയല്ലാഹു അൻഹു യബ്കി, കരയാണ്, ഭയങ്കര കരച്ചിൽ. ഓ ഇമ്രാൻ, ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ, എനിക്കിത് കാണാൻ വയ്യ. അപ്പൊ ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയണേ? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ റബ്ബ് തന്നതല്ലേ, എന്റെ റബ്ബ് എന്നെ 30 കൊല്ലം കിടത്തി നോക്കല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ മുത്തറിഫ് റളിയല്ലാഹു അൻഹുവിന് സങ്കടം മാറുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കരയില്ല, ഇങ്ങനെ അടുത്തോട്ട് വന്ന് ഞാൻ ഒരു സ്വകാര്യം പറയട്ടെ. ഒരു സ്വകാര്യമുണ്ട്, ആരോടും പറയരുത്. എന്താ സ്വകാര്യം? ചെവിയിൽ പറഞ്ഞു, ഇന്നൽ മലായികത തസൂറുനി ഫആനിസുൻ ബിഹാ വതുസല്ലിമു അലയ്യ ഫഅസ്മഉ തസ്ലീമഹാ. മലക്കുകൾ ഇടക്കിടക്ക് എന്നെ കാണാൻ വരാറുണ്ട്. മലക്കുകൾ ഇടക്കിടക്ക് എന്നോട് സലാം പറയാറുണ്ട്, ഞാനത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ കിടത്തിയതാരാ? മലക്കുകളെ വിട്ട് എന്നെ കാണാൻ അയക്കുന്നതാരാ? എന്നത് കേൾപ്പിക്കുന്നതാരാ? അവൻ എന്നെ നോക്കല്ലേ, ഞാൻ കിടക്കട്ടെ, അൽഹംദുലില്ലാ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അങ്ങനെ മലക്കുകളെ ഏൽപ്പിച്ചു തരുമല്ല. നമ്മള് ജുമാഅക്കോദിലെ സൂറത്തുൽ ഫുസ്സിലത്ത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا. എന്റെ റബ്ബാണ് എന്റെ പടച്ചോൻ, അല്ല എന്റെ റബ്ബാണ്, അവൻ തന്നതിലൊക്കെ എനിക്ക് തൃപ്തിയാണെന്നുള്ള ആ ഇസ്തിഖാമത്തിൽ ഉറച്ചു നിന്നാൽ മലക്കുകൾ ഇറക്കും പടച്ചോൻ. മലക്കുകൾ വന്ന് പറയും, പേടിക്കല്ലേ, ടെൻഷൻ അടിക്കല്ലേ, നഹ്നു ഔലിയാഉക്കും, നിന്റെ സഹായികൾ ഞങ്ങളാട്ടോ, ഞങ്ങളെ പടച്ചോൻ അയച്ചതാണെന്ന് പറയും. ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. എന്തേ കേൾക്കാത്തത്? മുസ്തഖീമിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എവിടെ എത്തിയിട്ടില്ല? അപ്പൊ എന്റെ ഉള്ളിലെ ആനയെ ഞാനൊന്ന് കൊല്ലണം. എടാ, പാട്ടൊന്നും കൂടെ ഓർത്തെ. ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും ആനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? ആനയെ തളക്കാനാണ് പാട്. ആനയെ തളക്കാൻ എളുപ്പമാണ് അല്ലേ, കൈക്കരുത്തു മതി. പക്ഷെ എന്റെ ഉള്ളിലെ എന്നെ തളയ്ക്കാൻ ഈമാൻ വേണം. എന്ത് വേണം? ഈമാൻ വേണം. ചിലപ്പോ പടച്ചോനൊരു പണി തരും, അതെന്നോടുള്ള സ്നേഹം കൊണ്ടാ. കുസൃതി കാണിച്ചു കഴിഞ്ഞാല് മക്കൾക്ക് ബാപ്പ എന്ത് ചെയ്യും? 2 അടിയൊക്കെ കൊടുക്കും. ബാപ്പക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണോ? അവൻ നന്നാകാൻ വേണ്ടിയിട്ടാണ്. 2 കീറൊക്കെ കിട്ടണം, നല്ല രസമുള്ളൂ. കീറൊന്നും കിട്ടാതെ നമ്മൾ നന്നാവൂല. ഇച്ചിരി കിട്ടണം. ആ കിട്ടിയത് എന്തിനാ? നന്നാവാനായിട്ടാണ്. എന്റെ റബ്ബ് ഇടക്കിടക്ക് എനിക്കൊന്ന് പൊട്ടിക്കണം. എന്തിനാ? എടാ, നിന്നെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ ഒന്ന് ഉയരാൻ, റബ്ബിന്റെ അടുക്കിലേക്ക് എത്താൻ, ആ സ്ഥാനം ഒന്ന് ഉയർന്ന് പടച്ചോനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഓരോരോ പരീക്ഷണങ്ങൾ ഇടക്ക് തരുന്നത്. നിന്നെ ഇഷ്ടല്ലേ പടച്ചോനെ? അള്ളാഹ് തിരിഞ്ഞു നോക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മള് മുസ്തഖീമിലേക്ക് എത്തിയിട്ട് ലൈലത്തുൽ ഖദ്റും റമദാനും ഒക്കെ ആസ്വദിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ. നിങ്ങൾ കേട്ടില്ലേ? ഈ ബോധ്യമില്ലാതെ ലൈലത്തുൽ ഖദ്റിനെ സമീപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കിട്ടൂല, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദ്ർ വാങ്ങിയെടുക്കണമെങ്കിൽ ഈ ബോധ്യം വേണം, നിർബന്ധമാണ്. മനസ്സറിഞ്ഞിട്ടൊരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലിക്ക്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം.
രണ്ടുപേര് ബൈത്ത് സുഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖമ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി നജ്നാ വക്ഷിഫ് ജമീഅ അദിയത്തിൻ വസ്രിഫ് മകായിദൽ ഇദാ വൽതുഫ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി നാഫിസിൽ കുറബാ അനിൽ ആസീന വൽ അത്ബാ വകുല്ല ബലിയത്തിൻ വവബാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. കരുണക്കടലായ റബ്ബേ, അസുഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഖൽബിൽ ഒരുപാട് 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 സങ്കടങ്ങളുണ്ട് അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ തമ്പുരാനേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനീ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വഴികളും നീ തുറക്കണേ അല്ലാ. നീ തുറന്ന് നൽകണേ ചമ്പുരാനേ. ഒരു 3 സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ
സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഇന്ന് പറഞ്ഞതും പഠിച്ചതും ഒക്കെ ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള സാധനമാണ്. ഇത് മനസ്സിലുണ്ടോ? ഉറപ്പാണ് ലൈലത്തുൽ ഖദർ നമുക്കുള്ളതാണ്. ആ ബോധ്യത്തിൽ അല്ലാഹു ഈ ലൈലത്തുൽ ഖദർ രാവിലെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഗൂഗിൾ പേ ചെയ്ത് നോക്കാൻ പോകാത്തവർ അതൊരു സ്കാനർ QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് ചെയ്യാം. ഏതായാലും അല്ലാഹു അതൊക്കെ ആ ഹദിയകളൊക്കെ കബൂൽ ചെയ്യട്ടെ. അതിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും നീക്കിത്തന്ന് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലുണ്ട് അല്ലാ, വേദനകൾ മനസ്സിലുണ്ട് അല്ലാ. എല്ലാ വേദനകളും നീ അകറ്റണേ അല്ലാ. നീ സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. നിന്നോടല്ലാതെ ആരോട് പറയാനാണ് അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാ. നിന്റെ നരകം താങ്ങാൻ ഞങ്ങൾക്ക് കരുത്തില്ല അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്. നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ നൽകല്ലേ അല്ലാ. കിഡ്നി സംബന്ധമായ, ലങ്സ് സംബന്ധമായ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇത്തരം മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത്തരം പരീക്ഷണങ്ങൾ നേരിടുന്നവർക്ക് നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. സർജറിക്ക് വിധേയരായി ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്, സർജറി നടക്കാൻ പോകുന്നവരുണ്ട്. എല്ലാവർക്കും ആജിലായ ശമനം നീ നൽകണേ അല്ലാ. പടച്ചവനെ, തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾ അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. എല്ലാത്തിലും ഉപരി ഖൽബ് നന്നാക്കണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമാണ് അല്ലാ. ഈ ഹറാമിൽ എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾക്ക് നിന്നെ കിട്ടുക? നിന്നെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ തിരിച്ചറിയാൻ തൗഫീക്ക് നൽകണേ അല്ലാ. റമളാൻ കടന്നു പോകുമ്പോൾ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. റമളാൻ പ്രതികൂലമാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. കുടുംബത്തിൽ സമാധാനം തരണേ അല്ലാ. ഇണകളെയും മക്കളെയും നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. കടക്കെണിയിൽ പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. പ്രവാസികൾ വല്ലാത്ത വിഷമത്തിലാണ്, സമാധാനം കൊടുക്കണേ അല്ലാ. യുദ്ധഭീതിയിൽ നിന്ന് കാവലേകണേ അല്ലാ. ലോക മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണേ അല്ലാ. പാവപ്പെട്ട പ്രവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട്, അന്യായമായി ജയിലിൽ കഴിയുന്നവരുണ്ട്. നീ മോചനം നൽകണേ അല്ലാ. നീ മോചനം നൽകണേ അല്ലാ. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, സ്വന്തമായൊരു വീടെന്ന സ്വപ്നം കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഖൈറായ ഭവനം നൽകണേ അല്ലാ. റാഹത്തായ ഭവനം നൽകണേ അല്ലാ. ഉള്ള വീട്ടിൽ സമാധാനമേകണേ അല്ലാ. കല്യാണപ്രായമെത്തിയിട്ട് കല്യാണം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, അവർക്ക് ഖൈറായ ഇണകളെ നീ നൽകണേ അല്ലാ. ആ ഇണകളിലൂടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേകണേ അല്ലാ.
ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ, ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിക്കുന്നവരിൽ കരുണക്കടലായ ഗഫാറുദ് ദുനൂബായ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. കരുണക്കടലായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പൊറുച്ചു കൊടുക്കണേ അല്ലാ. ആരൊക്കെ ഞങ്ങളുടെ മനസ്സിലിപ്പോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ ഞങ്ങളുടെ മനസ്സിലുണ്ടോ അവർക്കൊക്കെ നീ പൊറുച്ചു കൊടുക്കണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. അദാബ് നൽകല്ലേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ആരംഭപ്പൂവായ തങ്ങളുടെ പൂവദനം കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സ് കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചോനെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഏതേത് മുറാദുകളാണോ ഞങ്ങളുടെ കൽബിലുള്ളത് ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.